ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. സെക്കൻഡ് സ്റ്റേജ് 10th പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. നിങ്ങളോട് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. സ്റ്റഡി വിൻ PSC കമ്പനി ബോർഡ് LGS മാത്സിന് വേണ്ടി ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. വളരെ ചെറിയൊരു ഫീസേ ഉള്ളൂ. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിലൂടെ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായി ബന്ധമില്ലാത്തതേത്? ഓപ്ഷൻ എ ഒന്നു മാത്രം, സ്വച്ഛ് ഭാരത് അഭിയാൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായി ബന്ധമില്ലാത്തത് സ്വച്ഛ് ഭാരത് അഭിയാൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായി ബന്ധമുള്ളവയാണ് ആസാദി കാ അമൃത് മഹോത്സവ്, എല്ലാ മത്സ്യത്തൊഴിലാളികളോടും ഐക്യം, സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം. ഇതും കൂടെ ഓർത്തു വയ്ക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കേരള സഹായഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി ഒന്നും മൂന്നും മാത്രം. സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുക, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി ധനസഹായം. കേരള സഹായഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുക, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി ധനസഹായം. 2021 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചകോര പുരസ്കാരം നേടിയ ചിത്രമേത്? ഓപ്ഷൻ ഡി ദിസ് ഈസ് നോട്ട് എ ബരിയൽ, ഇറ്റ്സ് എ റിസറക്ഷൻ. അതിനടുത്ത ചോദ്യവും ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ബുക്കർ പ്രൈസിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ എ 4 മാത്രം. 2020 ബുക്കർ പ്രൈസ് പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് ദി ഡിസ്കംഫോർട്ട് ഓഫ് ഈവനിങ്. ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? ഓപ്ഷൻ എ വിജയരാജ സിന്ധ്യ. ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? വിജയരാജ സിന്ധ്യ. 2023 ഏത് അന്താരാഷ്ട്ര വർഷമായാണ് UN പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ ബി അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. 2023 ഏത് അന്താരാഷ്ട്ര വർഷമായാണ് UN പ്രഖ്യാപിച്ചത്? അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്? ഓപ്ഷൻ ബി PJ ജോസഫ്. 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം PJ ജോസഫ്. കേരളത്തിൽ ആദ്യമായി കൊറോണ സാർസ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏത്? ഓപ്ഷൻ ഡി തൃശ്ശൂർ. കേരളത്തിൽ ആദ്യമായി കൊറോണ സാർസ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല തൃശ്ശൂർ. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു? ഓപ്ഷൻ ബി ഉഷ്ണകാലം. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഉഷ്ണകാലം. ദേശീയ ജലപാത 1 NW1 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഹാൽഡിയ അലഹബാദ്. ദേശീയ ജലപാത 1 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഹാൽദിയ അലഹബാദ്. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലമേത്? ഓപ്ഷൻ ബി
ഇലപൊഴിയും കാടുകൾ. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലമേത്? ഇലപൊഴിയും കാടുകൾ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായതേത്? ഓപ്ഷൻ ഡി, പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ് തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ്. കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്നു. ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. ഇതും കൂടെ ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയതേത്? ഓപ്ഷൻ സി, ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയതേത്? ഡെക്കാൻ പീഠഭൂമി. താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള റാബി വിളയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഓപ്ഷൻ എ, ഗോതമ്പ്. താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. ഇന്ത്യയിലെ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള റാബി വിളയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഏതാണ്? ഗോതമ്പ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം? ഓപ്ഷൻ ഡി, കിഴക്കൻ തീരസമതലം. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം കിഴക്കൻ തീരസമതലം. തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി, കാവേരി. തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? കാവേരി. ലിപ്പുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ഓപ്ഷൻ എ, ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ലിപ്പുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെ? ഓപ്ഷൻ ബി, 1, 3, 4 എന്നിവ. സിന്ധു, നർമ്മദ, പെരിയാർ. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെ? സിന്ധു, നർമ്മദ, പെരിയാർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി, അനുച്ഛേദം 21A. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 21A. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? വി. രാമസുബ്രഹ്മണ്യനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ വി. രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ വി. രാമസുബ്രഹ്മണ്യൻ. താഴെ പറയുന്നതിൽ ഏതു തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? ഓപ്ഷൻ ഡി, സോഷ്യലിസം. താഴെ പറയുന്നവയിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? സോഷ്യലിസം. ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന്
എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ കഴിയും? ഓപ്ഷൻ ബി 10. ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ കഴിയും? 10. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവാര്? ഓപ്ഷൻ എ കൈലാസ് സത്യാർത്ഥി. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് കൈലാസ് സത്യാർത്ഥി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻ സി ബംഗാളി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ബംഗാളി. ഇന്ത്യ ഗവൺമെന്റ് റുപ്യ എന്ന ചിഹ്നം രൂപയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത് എന്ന്? ഓപ്ഷൻ എ 2010 ജൂലൈ 15 ഇന്ത്യ ഗവൺമെന്റ് ഈ ചിഹ്നം ഇത് രൂപയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത് എന്ന് 2010 ജൂലൈ 15. മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? സോവിയറ്റ് യൂണിയൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി 2 and 3 മാത്രം. ചെയർമാനെയും കമ്മീഷണർമാരെയും പ്രധാനമന്ത്രി നിയമിക്കുന്നു. 2005 ഒക്ടോബർ 24 നിലവിൽ വന്നു. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനയാണ് 2005 വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. അതും കൂടെ ഓർത്തു വയ്ക്കുക. താഴെ പറയുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ സംവിധാനം നിലനിൽക്കുന്നത്? ഓപ്ഷൻ എ മഹാരാഷ്ട്ര. താഴെ പറയുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ സംവിധാനം നിലനിൽക്കുന്നത്? മഹാരാഷ്ട്ര. മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1, 2. ശരിയായ ജോഡി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. 1915 ജാനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി. മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ: 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. 1915 ജാനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 3. ശരിയായ പ്രസ്താവനകൾ: ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടതാണ് ഇത്. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ സർ സ്ഥാനം ഉപേക്ഷിച്ചു. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡികൾ: ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടതാണ് ഇത്. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ സർ സ്ഥാനം ഉപേക്ഷിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ 2, 3. ശരിയായ പ്രസ്താവനകൾ: 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ: 1956 നവംബർ 1 ഭാഷാ അടിസ്ഥാനത്തിൽ
ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 2, 3. ഝാൻസി റാണി ലക്ഷ്മിബായി, കാൺപൂർ നാനാ സാഹിബ്. 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഝാൻസി റാണി ലക്ഷ്മിബായി, കാൺപൂർ നാനാ സാഹിബ്. താഴെ തന്നിരിക്കുന്ന സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 2, 3. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ഗോപാലകൃഷ്ണ ഗോഖലെ. ആര്യ സമാജം, സ്വാമി ദയാനന്ദ സരസ്വതി. താഴെ തന്നിരിക്കുന്ന സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ഗോപാലകൃഷ്ണ ഗോഖലെ. ആര്യ സമാജം, സ്വാമി ദയാനന്ദ സരസ്വതി. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 2. ശരിയായ പ്രസ്താവനകൾ: മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഡൽഹൌസി പ്രഭുവിനെയാണ്. ഓർത്തു വെച്ചോണം. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ: മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1, 3. VP മേനോൻ, സർദാർ വല്ലഭായ് പട്ടേൽ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികൾ: VP മേനോൻ, സർദാർ വല്ലഭായ് പട്ടേൽ. രവീന്ദ്രനാഥ ടാഗോറും ദേശീയഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ ഏത്? ഓപ്ഷൻ എ 1, 2. ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനമായ അമർസോന ബംഗ്ലയും ടാഗോറാണ് രചിച്ചത്. രവീന്ദ്രനാഥ ടാഗോറും ദേശീയഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ: ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനമായ അമർസോന ബംഗ്ലയും ടാഗോറാണ് രചിച്ചത്. വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 2. ശരിയായ പ്രസ്താവനകൾ: ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം. മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്. വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ: ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം. മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1, 2. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കോട്ടയം, HMT ലിമിറ്റഡ് എറണാകുളം. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കോട്ടയം, HMT ലിമിറ്റഡ് എറണാകുളം. താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായതേത്? ഓപ്ഷൻ എ 2, 3. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി, കുറ്റ്യാടി നദി. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി, പമ്പാ നദി. താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായത്:
കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി നദി, ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പാ നദി. ശബരിമല എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ശബരിഗിരി, ശബരിമല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പമ്പാ നദിയാണ്. അപ്പം ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പാ നദിയിൽ. തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1, 2. തുഞ്ചൻ സ്മാരകം തിരൂർ, കുഞ്ചൻ സ്മാരകം കിള്ളിക്കുറിശി മംഗലം. താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. തുഞ്ചൻ സ്മാരകം തിരൂർ, കുഞ്ചൻ സ്മാരകം കിള്ളിക്കുറിശി മംഗലം. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവിതകളും കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1, 3. വിശ്വദർശനം ജി ശങ്കരക്കുറുപ്പ്, മുത്തശ്ശി എൻ ബാലാമണി അമ്മ. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവിതകളും കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. വിശ്വദർശനം ജി ശങ്കരക്കുറുപ്പ്, മുത്തശ്ശി എൻ ബാലാമണി അമ്മ. കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവ സ്ഥാനങ്ങളും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ബി 1, 2. പമ്പ, പുളിശ്ശിമല, ചാലക്കുടിപ്പുഴ, ആനമല. കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവ സ്ഥാനങ്ങളും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്തുക. പമ്പ, പുളിശ്ശിമല, ചാലക്കുടിപ്പുഴ, ആനമല. പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 2, 3. ഗോവ, കർണാടകം. പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. ഗോവ, കർണാടകം. കുടുംബശ്രീ സംവിധാനത്തെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1, 2. ശരിയായ ജോഡികൾ: സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി രൂപം നൽകിയ സാമൂഹ്യ സന്നദ്ധ സംഘടനാ സംവിധാനമാണ് കുടുംബശ്രീ. ഈ സാമൂഹ്യ സംഘടനാ സംവിധാനത്തിൻ്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പ് 3 വർഷത്തിലൊരിക്കൽ നടത്തേണ്ടതാണ്. കുടുംബശ്രീ സംവിധാനത്തെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി രൂപം നൽകിയ സാമൂഹ്യ സന്നദ്ധ സംഘടനാ സംവിധാനമാണ് കുടുംബശ്രീ. ഈ സാമൂഹ്യ സംഘടനാ സംവിധാനത്തിൻ്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പ് 3 വർഷത്തിലൊരിക്കൽ നടത്തേണ്ടതാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 2, 3. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂർ, നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂർ, നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. 1ാം EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1, 3. PK ചാത്തൻ മാസ്റ്റർ, തദ്ദേശ സ്വയംഭരണം. ഡോക്ടർ AR മേനോൻ, ആരോഗ്യം. 1ാം EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. PK ചാത്തൻ മാസ്റ്റർ, തദ്ദേശ സ്വയംഭരണം. ഡോക്ടർ AR മേനോൻ, ആരോഗ്യം. കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും കാണിച്ചിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 3. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി, ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരം. കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും കാണിച്ചിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി, ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരം. നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1, 3. വൈകുണ്ഠസ്വാമികൾ, അഖിലത്തിരുട്ട്, ചാവറ കുര്യാക്കോസ് ഏലിയാസ്, ആത്മാനുതാപം.
നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. വൈകുണ്ഠസ്വാമികൾ, അഖില തിരുത്ത്, ചാവറ കുര്യാക്കോസ് ഏലിയാസ്, ആത്മാനുതാപം. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 2. ഋതുമതി പ്രേംജി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, VT ഭട്ടതിരിപ്പാട്. നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഋതുമതി പ്രേംജി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, VT ഭട്ടതിരിപ്പാട്. നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ഡി 2, 3. തൈക്കാടയ്യ സുബ്ബരായർ, ചിന്മയാനന്ദ സ്വാമികൾ, ബാലകൃഷ്ണ മേനോൻ. നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയായ ഉത്തരം കണ്ടെത്തുക. തൈക്കാടയ്യ സുബ്ബരായർ, ചിന്മയാനന്ദ സ്വാമികൾ, ബാലകൃഷ്ണ മേനോൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 2, 3. TK മാധവൻ, KP കേശവ മേനോൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. TK മാധവൻ, KP കേശവ മേനോൻ. സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 3. 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. മന്നത്ത് പത്മനാഭനെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1, 2. ശരിയായ ജോഡികൾ: നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി നായർ ഭൃത്യജന സംഘം രൂപവൽക്കരിച്ചു. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ നടത്തി. മന്നത്തു പത്മനാഭനെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി നായർ ഭൃത്യജന സംഘം രൂപവൽക്കരിച്ചു. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ നടത്തി. ഈ അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1, 3. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമ ഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ: തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമ ഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ബി 1, 2. കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം. ഓപ്ഷൻ സി ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഇനാമൽ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി ഹീമോഫീലിയ. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏത്? ഓപ്ഷൻ എ ആർദ്രം. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ആർദ്രം. കണ്ണിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം. ഓപ്ഷൻ ഡി ജീവകം എ.
കണ്ണിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം എ. കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 2 and 4. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്, കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂർ. കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവും. ശരിയായ ജോഡികൾ: ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്, കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂർ. താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതല്ല? ഓപ്ഷൻ ഡി 1 and 4. പവിത്ര, അന്നപൂർണ. കേരളത്തിലെ നെല്ലിനങ്ങൾ: പവിത്ര, അന്നപൂർണ. മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതല്ല? ഓപ്ഷൻ ഡി 1, 2 and 4. ഡയേറിയ, ടൈഫോയിഡ്, കോളറ. മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ: ഡയേറിയ, ടൈഫോയിഡ്, കോളറ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1 and 3. ശരിയായ പ്രസ്താവനകൾ: കാർബൺ ഡൈ ഓക്സൈഡ് ആഗോള താപനത്തിന് കാരണമാകുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ: കാർബൺ ഡൈ ഓക്സൈഡ് ആഗോള താപനത്തിന് കാരണമാകുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 3 and 4. ഇരവികുളം വന്യജീവി സങ്കേതം, നെയ്യാർ ദേശീയ ഉദ്യാനം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികളാണ് സൈലന്റ് വാലി ദേശീയ ഉദ്യാനം, ചെന്തുരുണി വന്യജീവി സങ്കേതം. ഇതും കൂടെ ഓർത്തു വയ്ക്കുക. തെറ്റായ ജോഡി ഏത്? സംയുക്തത്തിലെ ആറ്റങ്ങൾ. ഓപ്ഷൻ ബി വിറ്റാമിൻ സി, കാർബൺ, ക്ലോറിൻ, ഹൈഡ്രജൻ. തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികളാണ് അലക്ക് കാരം, സോഡിയം, കാർബൺ, ഓക്സിജൻ, പഞ്ചസാര, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ, ഓക്സിജൻ. ഇതും കൂടെ ഓർത്തു വയ്ക്കുക. ശരിയായ ജോഡികൾ: അൾനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏത്? ഓപ്ഷൻ എ മഗ്നീഷ്യം. അൾനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം മഗ്നീഷ്യം. അൾനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടുന്ന ലോഹങ്ങളാണ് ഇരുമ്പ്, അലൂമിനിയം, കൊബാൾട്ട്. ഇതും കൂടെ ഓർത്തു വയ്ക്കുക. അൾനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടുന്ന ലോഹങ്ങൾ: ഇരുമ്പ്, അലൂമിനിയം, കൊബാൾട്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നവ ഏത്? ഓപ്ഷൻ ഡി ജർമേനിയം, സിലിക്കൺ, ആഴ്സനിക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവ ജർമേനിയം, സിലിക്കൺ, ആഴ്സനിക്. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. ഓപ്ഷൻ സി ഹൈഡ്രജൻ. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് അമ്ലം അറിയപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നു? ഓപ്ഷൻ ബി 1 ഉം 3. രാസവളത്തിൻ്റെ നിർമ്മാണം, പാഴ്ജല ശുദ്ധീകരണം. രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് അമ്ലം അറിയപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നു? രാസവളത്തിൻ്റെ നിർമ്മാണം, പാഴ്ജല ശുദ്ധീകരണം. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 30 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര? ഓപ്ഷൻ സി 15 സെൻറ്റിമീറ്റർ. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 30 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര? 15 സെൻറ്റിമീറ്റർ. എന്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം? ഓപ്ഷൻ എ ദൂരം. എന്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം? ദൂരത്തിൻ്റെ. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെയാണ് ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1 and 2 only. ശരിയായ പ്രസ്താവനകൾ: ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു.
താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായവ. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ സി 2 and 3 only. ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. ഒരു വസ്തു ചരിവ് തലത്തിലേക്ക് താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ ഹർഷണബലം ചെയ്യുന്ന പ്രവൃത്തി. നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ: ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. ഒരു വസ്തു ചെരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ ഹർഷണബലം ചെയ്യുന്ന പ്രവൃത്തി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: നിശ്ചല അവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ/സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്ര? ഓപ്ഷൻ ഡി 6 മീറ്റർ/സെക്കൻഡ്². ഓക്കെ, ഇനിയുള്ള 81 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ മാത്സ് ആണ്. മാത്സ് പ്രീവിയസ് ഇയറിലെയും റീസെൻ്റ്ലി നടക്കുന്ന എക്സാമിൻ്റെയും അല്ലാതെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് പ്രധാനപ്പെട്ടവയെല്ലാം ചാനലിൽ സോൾവ് ചെയ്ത വീഡിയോസ് ഉണ്ട്. എല്ലാവരും അത് പോയി കണ്ട് പഠിക്കണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്